ഹലോ വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് ഇത്ര ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളെനിക്ക് സാധിച്ചു തന്നു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇക്കാടെ ഓഫീസിലത്തെ അഡ്രസ്സായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാടെ ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ പ്ലേ ബട്ടൺ ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ വൈകിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇക്ക ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ ബോക്സ് കിട്ടിയത്. പിന്നെ ഞാൻ ഇക്കനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കൊണ്ടുവരുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ. നമ്മുടെ ഒരു ബെസ്റ്റ് മൊമെൻ്റ് അല്ലേ, അപ്പോൾ അതൊക്കെ എന്നെന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ കിട്ടിയ പാടന്നെ ഇക്ക ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഇക്ക വന്ന പാടന്നെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ പാടന്നെ റീനും റോസും വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിന്നു, ഇനി ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു അതിൻ്റെ അകത്ത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം സിൽവർ പ്ലേ ബട്ടൺ കൊണ്ടുവന്നിട്ട് അത് അൺബോക്സ് ചെയ്യാൻ 1-2 ദിവസമൊക്കെ പിടിച്ചു. അപ്പോൾ അതുപോലെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാനും ബേബിയും ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ബേബി ഭയങ്കര കരച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്ക ഓഫീസിൽ നിന്ന് വന്ന പാടല്ലേ, അപ്പോൾ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതുവരേക്കും അവർ രണ്ടുപേരും കൂടി അത് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒക്കെ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും രാത്രി ആയിപ്പോയി. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സിങ്ങിൻ്റെ ഒരു പുതിയൊരു ആളും കൂടിയുണ്ട്, നമ്മുടെ റൂഹി ബേബി. അപ്പോൾ ആളെയും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ, ആൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബേബീനെ കൊണ്ട് ഇതിപ്പോൾ അൺബോക്സ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ മോളെ ഉറക്കിയ ശേഷമാണ് അൺബോക്സ് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ റൂഹി ബേബിനെ എന്നാണ് വീഡിയോയിൽ കാണിക്കാമെന്നൊക്കെ. ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. നാട്ടിൽ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടീനെ കാണിക്കേണ്ട, ഒരുപാട് പേര് കാണുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കാണിക്കേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വലുതായിട്ട് കാണിക്കാമെന്ന്. അതായത് ഒരു കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാ ഞാൻ ശരിക്കും കാണിക്കാം കേട്ടോ. റീനും റോസും മിക്കും കൂടിയാണ് അൺബോക്സ് ചെയ്യുന്നത്. ശരിക്കും അവർ തന്നെയാണ് ഇത് അൺബോക്സ് ചെയ്യേണ്ടതും, കാരണം അവരുടെ ആ ഒരു ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാൻ കഴിയുന്നതും അപ്ലോഡ് ചെയ്യാനൊക്കെ കഴിയുന്നതൊക്കെ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അത് സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സപ്പോർട്ടാണ്. അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം. അപ്പോഴേക്കും റൂഹി ബേബി കരഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ മോളെ വീണ്ടും ഒന്ന് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് പോയതാണ്. കണ്ടോ, ആ ഒരു കറക്റ്റ് സമയത്ത് റൂഹി ബേബി ഉണർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത പാടന്നെ ഈ ഒരു സംഭവമാണുള്ളത്. അത് നമ്മൾ സിൽവർ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ. എന്താ പറയുക, അത് കയ്യിലിങ്ങനെ കിട്ടുമ്പം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അത് യൂട്യൂബർ ആവുമ്പോഴേ നമുക്ക് ആ ഒരു ഫീല് വരുള്ളൂ. റോസിനും റീനുവിനും അതിനേക്കാളും ഭയങ്കര സന്തോഷം. എന്താ പറയുക, സിൽവർ പ്ലേ ബട്ടണിനേക്കാളും കുറച്ചുകൂടി നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്, അത്യാവശ്യം 3 കിലോ ഒക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ബേബീനെ റീനുവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ബാക്കി വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാണ്. കുറേ നേരമായിട്ട് വീഡിയോ എടുക്കുന്നു, ബേബി സമ്മതിക്കുന്നില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുണ്ടായിരുന്ന ബാക്കി സംഭവങ്ങൾ.
അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു നമ്മുടെ ഫസ്റ്റത്തെ ഗിഫ്റ്റാണ് സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ ഹാങ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. മാഷാ അല്ലാഹ്, എന്താ പറയുക, ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു മൊമെൻ്റാണ്. അപ്പോൾ ഇതെനിക്ക് സമ്മാനിച്ച നമ്മുടെ വ്യൂവേഴ്സിനോട് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം മക്കൾ ഏതായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നെ അവരെന്നെ പറഞ്ഞ് പ്ലേ ബട്ടണൊക്കെ കിട്ടിയില്ല, നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ബർഗർ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ. കുറേ ആയിട്ട് പുറത്തൊന്നും പോവാറില്ല കേട്ടോ. ഈവൻ നമ്മൾ മാസ്ക് ഇടാൻ പോലും മറന്നുപോയി. പുറത്ത് പോയ ശേഷമാണ് പിന്നെ മാസ്ക് എടുക്കാൻ വേണ്ടി വീണ്ടും, പുറത്തിറങ്ങിയ ശേഷമാണ് മാസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അകത്ത് പോയിട്ട് മാസ്ക് എടുത്ത് വന്നത്. കാരണം ഇപ്പം അടുത്തൊന്നും പുറത്തിറങ്ങാത്തതുകൊണ്ട് ഓർമ്മയില്ല പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഇടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബേബിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ബേബിനെ കൊണ്ടൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ജസ്റ്റ് വണ്ടിയിൽ ഇരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ബർഗർ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു കുഴമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് വാങ്ങിക്കാനായിട്ടോ പോകുന്നത്. ഇനിയിപ്പോൾ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഷോപ്പ് അടക്കും. അപ്പം ഉമ്മൽക്കുവയിലുള്ള കോട്ടക്കൽ ഹെർബൽ ട്രേഡിങ്ങിലാണ് പോകുന്നത്. അപ്പം ധന്വന്തരം കുഴമ്പാണ് വാങ്ങിക്കാൻ പോയത്. പക്ഷേ അവിടെ കുഴമ്പില്ലാത്തതുകൊണ്ട് തൈലം വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബർഗർ കഴിക്കാൻ പോയി. മക്കൾക്ക് ഇനിയിപ്പോൾ എത്ര വീട്ടിലുണ്ടാക്കി കൊടുത്താലും പുറത്തുനിന്ന് കഴിച്ചാൽ അവർക്കൊരു ഫീല് വരുള്ളൂ. ശരിക്കും വല്ലാത്തൊരവസ്ഥയാണിത്. നമുക്ക് ശരിക്കും പോലെ ഒന്ന് പുറത്തിറങ്ങാനും വയ്യ, വണ്ടീൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് പുറം ലോകം കാണാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണത്. വണ്ടിയിലിരുന്നിട്ട് നമ്മൾ ആ ചായയും ബർഗറും കഴിച്ചു, പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ കൈ സാനിറ്റൈസ് ചെയ്യണം, സാധനങ്ങൾ സാനിറ്റൈസ് ചെയ്യണം. എല്ലാം കൂടി ആലോചിക്കുമ്പം പുറത്തിറങ്ങാനുള്ള മൂഡ് തന്നെ പോയി പോവും. പിന്നെ ആദ്യം വിചാരിച്ചു ഇതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന്. പിന്നെ മക്കളൊക്കെ പറഞ്ഞു വണ്ടിയിലിരുന്നിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിക്കുക, അങ്ങനെയെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ഫ്രഷ് എയർ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് അവിടെ മാറിയിട്ട് അവിടുന്ന് വണ്ടിയിലിരുന്നിട്ട് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു ഗിവ് അവേ, നീലിഗ്രീസ് സ്പോൺസർ ചെയ്യുന്ന 25 പേർക്ക് ഉള്ള ഗിഫ്റ്റ്സാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ ഒന്ന് കാണട്ടോ മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിന്നാണ് നമ്മൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീലഗിരി സ്പേസ് നിങ്ങളുടെ പേര്, പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. 25 പേർക്കാണ് നീലഗിരീസിൻ്റെ ആ ഒരു കിറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കമൻസിനെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ നീലഗിരീസിൽ നിന്ന് കൊടുത്തവർക്ക് മാത്രമേ നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ളൂ. UAE-ലുള്ളവർക്ക് മാത്രമാണ് സമ്മാനം ഉള്ളത്. അപ്പം ആ ഒരു 25 പേര് ആരൊക്കെയെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എത്ര കമൻസ് ഉണ്ട് നോക്കാം. അപ്പം നീലഗിരീസിൽ നിന്ന് കമൻറ്റ് ചെയ്തവർ 1921 പേരാണുള്ളത്. അപ്പോൾ അതിന് നമുക്ക് 25 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് സെലക്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ള വിന്നേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ പിൻഡ് കമൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ വിന്നേഴ്സിന്. എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നാളത്തോട് കൂടിയിട്ട് കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ എന്താ പറയുക, നമ്മുടെ ഫ്ലയർ ബിൻ ആപ്പിൽ വിന്നേഴ്സിൽ ഒരാൾ ഇതുവരെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വേറെ ആൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു ഗിവ് അവേ കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് നമുക്ക് പോകാൻ. ഇപ്പോഴും ഫ്ലയർ ബിൻ ആപ്പിൻ്റെ ഗിവ് അവേയിലുള്ള വിന്നേഴ്സിന് നമുക്ക് ഇപ്പോഴും ഒരാൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2 പേർക്കാണ് ഗിവ് അവേ ഗിഫ്റ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മാത്രമേ ഇപ്പോഴും കൺഫേം ആയിട്ടുള്ളൂ, ഒരാൾ ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡിലേ ആക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു 25 വിന്നേഴ്സ് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇതിലെ ഈ 25 വിന്നേഴ്സിനും കൺഗ്രാറ്റ്സ്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.